ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ലേറ്റായിട്ട് വന്നു, സോറി. ഉറങ്ങിപ്പോയി. രാവിലെ പറഞ്ഞ പോലെ വന്നതാണ്. അപ്പോൾ അത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാൻ ഇതൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ദീപു കുഞ്ഞിരാമായണമെന്ന് പറയുന്ന സിനിമ എഴുതിയത് ദീപുവാണ്, ഇതിൻ്റെ റൈറ്റർ ദീപുവാണ്. അപ്പോൾ കുഞ്ഞിരാമായണം കഴിഞ്ഞ് ഗോദയുടെ പ്രീ പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന സമയം തൊട്ട് ദീപു ഗുരുവായൂരമ്പല നടയിലിൻ്റെ സിനിമയെക്കുറിച്ചും അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിൻ്റെ അതൊരു മെയിൻ പ്രൊട്ടഗണിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ രണ്ടളിയന്മാർ. അപ്പോൾ ഇതന്ന് ഇങ്ങനെ ഈ ആർട്ടിസ്റ്റ് മറ്റേത് ആൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല സംസാരങ്ങളും ഞാനും സജഷൻസൊക്കെ പറയുമായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ, ഒരു 6 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ പറയുന്ന കുഞ്ഞിരാമായണം എഴുതിയ ദീപുവിന് ഞാൻ റൈറ്ററായിട്ടുണ്ടായിരുന്നു. ഞാൻ സംവിധാനം ചെയ്ത പടത്തിൽ റൈറ്ററായിരുന്ന ഒരാളുടെ എഴുതിയ സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ബിപിൻ ചേട്ടൻ ജയ കഴിഞ്ഞിട്ട് ഞാൻ ഫാലിമിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇതിൻ്റെ സബ്ജക്റ്റ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം ബിപിൻ ചേട്ടനായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യാന്നുള്ള. അപ്പോൾ പിന്നെ ദീപുവിൻ്റെയും കൂടെ സ്ക്രിപ്റ്റാണ്. പിന്നെ E4 എൻ്റർടൈൻമെൻറ്റായിട്ട് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നു. ഗോദയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് E4 എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ അവരുമായിട്ടും വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ബിപിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുവേട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് ആൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും അത് ഞാൻ ഇതിൻ്റെ സെറ്റിലൊക്കെ വരും ഞാൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി ഈ പറയുന്ന സംവിധായകൻ, നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട്. പക്ഷെ ഇതൊന്നും പോരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനൊരു പ്രൊട്ടഗണിസ്റ്റായിട്ട് ഉള്ളൊരു റോള്, അങ്ങനെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു വേദിയിൽ അവസാനം എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു. 16-ാം തീയതി റിലീസാവുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് വെറുതെ അവന് ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പഴയ പുലിയാണ് ഞാൻ. ഇപ്പം കുറച്ചുകൂടെ ഹിന്ദി സിനിമ കാണുന്ന ഒരാൾ. ഹിന്ദി മേ ബാത് കർനാ ഹൈ ക്യാ? എനിക്കറിഞ്ഞൂടാ. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ശക്തിമാൻ. ഇല്ല, എനിക്കറിയില്ല. ഫാമിലി സ്റ്റാർ എന്നുള്ളൊരു പട്ടം തോന്നുന്നുണ്ടോ? ഉണ്ട്. അത് അങ്ങനൊന്നുമില്ല. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിപ്പോയല്ലോ. പൃഥ്വിരാജിന്റെ ഫിലിം അഭിനയിച്ചോണ്ടോ? ഞാനല്ല പാട്ടൊക്കെ പാടിയായിരുന്നു, കണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഉറക്കം കിട്ടിയില്ല ഇന്നലെ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്നാൽ ഭയങ്കര കോമഡിയാണ്. അല്ല, ധ്യാനൊക്കെ ആയിട്ട് വരാൻ നേരത്ത് ഭയങ്കര തക്കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ ഇല്ല, അങ്ങനെയില്ല. പക്ഷെ നിങ്ങളിങ്ങനെ പ്രതീക്ഷയുടെ അമിതഭാരം തരല്ലേ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ പ്രാവുംകൂട്ട് ഷാപ്പിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാവുംകൂട്ട് ഷാപ്പ്. അപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണട്ടാ. അപ്പോൾ പടം ഇന്റർവ്യൂവിൽ ഇപ്പോൾ അമിത പ്രതീക്ഷയായി തുടങ്ങി. പൃഥ്വിരാജിനെ ബേസിക്കലി ഒരുമിച്ച് അഭിനയിക്കാൻ നേരത്ത് ഒരുപാട് നേരം കൂടെ കിട്ടിയല്ലോ ബേസിക്കലി. അപ്പോൾ ഒരു കഥ പറയാനൊക്കെ ട്രൈ ചെയ്തു. ഇല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ മാനസങ്ങളൊക്കെ പഠിച്ചു. മാനറിസം ഇല്ല, അങ്ങനെ കഥ ഇല്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ നമുക്ക്
ഒരു ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പോൾ അല്ലേ. ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല, എല്ലാവരെയും പോലെയൊക്കെ തന്നെയാണ് ഞാൻ. ഈ വിമാനത്തിന്റെ സംഗതി എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ, സെൽഫി എടുക്കാൻ പോയതാണ്. ആ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അന്ന് ഒരു പ്രാവശ്യം, ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റ പ്രാവശ്യം ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടുള്ളൂ. അത് വിമാനം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ ഇവിടെ പറയേണ്ട കാര്യം. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പൊ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എൻ്റെ മുമ്പിൽ. അപ്പൊ എനിക്കും കുറച്ച് പേടിയുണ്ട്. മോണിറ്ററിന്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മളിങ്ങനെ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ, അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആദ്യം അങ്ങനെയായിരുന്നു. പിന്നെ 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 നമ്മുടെ ഒരേ വൈബാന്ന് മനസ്സിലായി. പിന്നെ ഭയങ്കര കോമഡിയായിരുന്നു, തമാശയൊക്കെ പറയും അങ്ങനെ. ഇംഗ്ലീഷ് ടിപ്സ് ഒക്കെ ചോദിച്ചു. ടിപ്സോ? അല്ല ഞാൻ ഇങ്ങനെ ചോദിക്കും. അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് രാവിലെയും കൂടെ ചോദിച്ചത് ടിപ്പ് ചോദിക്കല് തന്നെ, ഫുൾ ടൈം ടിപ്സ്. അപ്പോ അല്ല എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ, ഫുൾ ടൈം സിനിമ. ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, ഒരു മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ രീതിയിൽ പുറത്തേക്ക് അതിനൊക്കെ. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ. അപ്പോൾ ഇതൊക്കെ എനിക്കും ഭയങ്കര, ഞാനും അങ്ങനെ കുറച്ച് അംബീഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്കും ഈ പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്ത്. പിന്നെ അവിടെ എങ്ങനെയാണ്, അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പഴയ കഥകൾ, ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു, ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു, പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ചെയ്യുന്നു, ഹിന്ദിയിൽ ചെയ്യുന്നു, അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ, കഥകളൊക്കെ ചോദിക്കാനുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി, ഇവരെങ്ങനെയാണ് പ്രശാന്തിൻ്റെ ഇങ്ങനെയൊക്കെ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട്. എനിക്ക് ഇപ്പം ബേസിൽ ഒരുപാട് വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ടയർഡൊക്കെ ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്ത് വിനീത് ശ്രീനിവാസൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, എടാ നീ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പൃഥ്വിക്ക് പറ്റിയത് സംഗതിയാ, ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞിരുന്നത്? പറഞ്ഞു വിനീതേട്ടൻ പറഞ്ഞത്. അതായത് വിനീതേട്ടന് ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഭ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു വിനീതേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം, എടാ നീ ഓക്കെ ആണോ, എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആൾക്കാർ അത് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് വിനീതേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ അതിൽ വിനീതേട്ടൻ സംസാരിച്ച എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കും അറിയുന്നത്, എങ്ങനെയാണ് അങ്ങനെ ആവുന്നത്.